ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിലെ ദുരനുഭവം തുറന്നു പറഞ്ഞത് ബംഗാളിൽ നിന്നുള്ള അഭിനേത്രിയാണ്. ആരോപണ വിധേയനോ സർക്കാരിന് വേണ്ടപ്പെട്ട സർക്കാർ സിനിമാ മേഖലയിലെ പ്രധാന സ്ഥാനത്ത് അവരോധിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും പൊതുജനങ്ങളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും ഭരണപക്ഷത്തു നിന്ന് പോലും പ്രതിഷേധ സ്വരമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ പ്രത്യക്ഷ സമരമുണ്ടായി. ഒടുവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ പരാതിക്കാരിയെ ബന്ധപ്പെടാൻ ഒരുങ്ങുകയാണ് സർക്കാർ. നടി ശ്രീലേഖ മിത്രയ്ക്ക് പരാതിയുണ്ടോ എന്ന് അന്വേഷിക്കും. രഞ്ജിത്തിന്റെ രാജിക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ അല്പം കൂടി കാത്തിരിക്കാമെന്ന നിലപാടിലാണ് CPIM. സ്വയം രാജിവെച്ച് പുറത്തുപോകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യവുമായി CPI രംഗത്തെത്തി. മുന്നണി നേതൃത്വത്തെ CPI അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആർ ശ്രീജിത്ത് ഒപ്പം TV പ്രസാദ് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ആർ ശ്രീജിത്ത്, രാജിവെച്ച് പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പിന്റെ സമയം അത് സർക്കാരിന് കൊടുക്കുന്നത് ഒരു വലിയ മുറിവ് തന്നെയാണ്. അതായത് സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടാണിപ്പോൾ തുലാസിൽ കിടന്നിങ്ങനെ തൂങ്ങിയാടുന്നത്. ഈ രാജ്യസാധ്യത നോക്കിയിരിക്കാനാണോ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് മുന്നിലുള്ള വിവരങ്ങൾ? സുജയ, ലൈംഗിക ആരോപണം നേരിടുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ വെച്ചുകൊണ്ട് ഇനി അക്കാദമിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം CPIM-നും സർക്കാരിനും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗാളി നടിയുടെ പരാതിയുടെ നിരസതി അന്വേഷിക്കാനായി ഉള്ള ശ്രമം പോലീസ് നടത്തുന്നത്. ഇത് ഔപചാരികമായ ഒരു അന്വേഷണമായിരിക്കില്ല, മറിച്ച് നടിക്ക് പരാതിയുണ്ട്, ആ പരാതി ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗിക സമീപനം ഉണ്ടാകണം എന്ന് സർക്കാരും കരുതുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി ഉന്നയിച്ച നടിയുമായി പോലീസ് ആശയവിനിമയം നടത്തും. അതിനുശേഷമായിരിക്കും രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഈ നിലപാടിലേക്ക് സർക്കാർ എങ്ങനെ വന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ സാംസ്കാരിക മന്ത്രി, അതായത് സിനിമയുടെ കൂടി ചുമതലയുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വേണമെങ്കിൽ ഈ പരാതിക്കാരി വന്ന് ഇവിടെ പരാതി നൽകട്ടെ, നിയമാനുസൃതം നീങ്ങിയാൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ എന്ന തരത്തിൽ ഒരു ഫലത്തിൽ രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടത്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക്, എതിർപ്പുകൾക്ക്, വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അങ്ങനെയാണ് ഉച്ചയോടുകൂടി നിലപാട് മാറ്റം മന്ത്രി സജി ചെറിയാന് സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് പ്രതിഷേധത്തിന്റെ വേലിയേറ്റമായിരുന്നു. ചലച്ചിത്ര രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എടുത്ത കർശനമായ നിലപാടാണ് CPIM-നെ സർക്കാരിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് മാത്രമല്ല, മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI എടുത്ത ശക്തമായ നിലപാടും ഈ മാറ്റത്തിന് പ്രേരണയായിട്ടുണ്ട്. അതായത് ഈ ലൈംഗിക ആരോപണം നേരിടുന്ന രഞ്ജിത്തിനെ ഇരുത്തിക്കൊണ്ട് ചലച്ചിത്ര അക്കാദമിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല, രഞ്ജിത്തിനെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാട് CPI നേതൃത്വം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് സർക്കാരിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയൊക്കെ നിലപാടിൽ വൈകിട്ട് വന്ന മാറ്റം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രഞ്ജിത്തിനെ സർക്കാർ കൈവിടുന്നു എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇനിയും ചുമന്നാൽ സർക്കാരായിരിക്കും കൂടുതൽ നാറുക എന്നുള്ള ബോധ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ട് സർക്കാർ അനിവാര്യമായ തീരുമാനത്തിലേക്ക് വരുന്നു. രഞ്ജിത്തിൻ്റെ രാജി ആസന്നമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് TV പ്രസാദിലേക്ക് കൂടി പോകാം. TV പ്രസാദ്, രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ഇരമ്പുന്നത്. ഇതുവരെയും ആ രാജി സംഭവിച്ചിട്ടില്ല. ആകെ നമ്മൾ കാണുന്നത് വാഹനത്തിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് എഴുതി വെച്ചിരുന്ന ബോർഡ് എടുത്തു മാറ്റുന്നു. ഔദ്യോഗിക വാഹനം തിരിച്ചയച്ചോ രഞ്ജിത്ത്? പ്രതിഷേധം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പ്രസാദ്. ബോർഡ് എടുത്തു മാറ്റിയത് സ്ഥിരമാക്കേണ്ടി വരും സുജയ, മിക്കവാറും ഏറെ വൈകാതെ തന്നെ. കാരണം പ്രതിഷേധം അത്രയേറെ ശക്തമാണ്. ഇന്നലെ വൈകിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ആദ്യം വന്നത് KPCC അധ്യക്ഷൻ K സുധാകരൻ്റേതാണ്. ഉടൻ രഞ്ജിത്ത് രാജിവെക്കണം എന്ന ആവശ്യമാണ് സുധാകരൻ ഉന്നയിച്ചത്. പിന്നാലെ തനിയെ ഒഴിഞ്ഞു പോകണം, താൻ രാജിവെച്ചൊഴിയണം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അതിന് പിന്നാലെ പിന്നെ പ്രതികരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പെരുമഴയായിരുന്നു. രാവിലെ സജി ചെറിയാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നിലപാടെടുത്തതോടുകൂടി സജി ചെറിയാനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും സജി ചെറിയാൻ്റെ കോലം കത്തിച്ചുകൊണ്ടുമുള്ള പ്രതിഷേധം വ്യാപകമായി ഉണ്ടായി. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് സജി ചെറിയാൻ്റെ കോലം കത്തിച്ചത് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ 3 പരാതികളാണ് DGPക്ക് മുമ്പാകെ അന്വേഷിക്കണം, കേസെടുത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടെത്തിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ
സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി അടക്കമുള്ള 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പരാതി നൽകിയത്. അതുകൂടാതെ യൂത്ത് ലീഗ് പരാതി നൽകുന്നു. ഈ പ്രതിപക്ഷ സംഘടനകളുടെ സമരം കൂടാതെ ശക്തമായ നിലപാട് ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നും ഇടതുപക്ഷ നേതാക്കളിൽ നിന്നും വന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ആനി രാജ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. അതേപോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അടക്കം രാജിവെച്ചൊഴിയുന്നതാണ് നല്ലത് എന്ന രീതിയിലാണ് പ്രസ്താവന ഇറക്കിയത്. സിനിമാ രംഗത്തുള്ളവർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികരായ സിനിമാ സംവിധായകരും ചലച്ചിത്ര അക്കാദമി അംഗങ്ങളും തന്നെ രംഗത്തെത്തി. കണ്ണൂരിൽ നിന്നുള്ള മനോജ് ഖാന, അതുപോലെ CPI നേതാവ് അരുൺ ഉൾപ്പെടെയുള്ളവർ ശക്തമായി തന്നെ രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. ചുരുക്കത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും അതിശക്തമായ പ്രതിഷേധമാണ് രഞ്ജിത്തിനെതിരെ ഉണ്ടാകുന്നത്. രഞ്ജിത്ത് രാജിവെച്ചൊഴിയണം എന്ന ആവശ്യമാണ് ശക്തമാകുന്നതും. സുജയ.